എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിനടുത്തുള്ള കൈതാരം ഗ്രാമം. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചതായ സ്നേഹനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ പുതിയ കൊടിമരം ഉദ്ഘാടനത്തിൻ്റേതായിട്ടുള്ള ചടങ്ങുകളിലേക്ക് ജോ ലൈവ് മീഡിയ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും ഒരു ചിരകാല അഭിലാഷമായിരുന്നു നമ്മളുടെ ഈ ഒരു കൊടിമരം ഇവിടെ ചെയ്യണം എന്നുള്ളത്. അത് നമ്മൾ സഫലീകരിച്ചിരിക്കുകയാണ്. ഈ ഉദ്ഘാടനത്തോടുകൂടി നമ്മൾ സഫലീകരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റായ ശ്രീ NU അരുണിനെ ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട സെക്രട്ടറി, ഖജാൻജി, വൈസ് പ്രസിഡന്റുമാരെ, ജോയിൻറ്റ് സെക്രട്ടറിമാരെ, കമ്മിറ്റി അംഗങ്ങളെ, പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മുടെ 14 വർഷം പിന്നിടുകയാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചിട്ട്. ഈ വരുന്ന ഡിസംബറിൽ നമ്മുടെ 14ാമത്തെ വാർഷികമാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു കൊടിമരം സ്ഥാപിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഔപചാരികമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. അപ്പോൾ പഴയ കൊടിമരം നമ്മുടെ സർക്കാരിൻ്റെ നിയമപ്രകാരം നമുക്കത് മാറ്റേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്ക് ഇനി റോഡരികളിൽ വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഒരു നിയമങ്ങൾ മാറി വരികയാണെങ്കിൽ നമുക്കത് മുറിച്ച് മാറ്റുമല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളിവിടെ സ്ഥാപിച്ചത്. അപ്പോൾ അതൊരു ഉചിതമായ സ്ഥലമായതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വെച്ചത്. പിന്നെ ഈ കൊടിമരം നമുക്ക് പലവരുടെ സഹായത്തോടെയാണ് ഈ കൊടിമരം ഇവിടെ സ്ഥാപിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ അതിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ സെക്രട്ടറിയെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു മൗന പ്രാർത്ഥനയോടുകൂടി ചടങ്ങ് ആരംഭിക്കാം. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ പ്രസിഡന്റ് അരുൺ, യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ വ്യക്തിപരമായ പേരിലും അസോസിയേഷൻ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നതിന് ഈ കൊടിമരം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അരുണിനെ ഞാൻ സ്വാഗതം ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു. നമുക്ക് ഇനി വരുന്ന ആഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, അന്ന് നമ്മൾ ഇവിടെ നമ്മുടെ ദേശീയ പതാക ഉയർത്തുകയും അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു ചെറിയ റാലി സംഘടിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കറങ്ങി നമ്മുടെ റെസിഡൻസിൻ്റെ പരിചയം കറങ്ങി ഇവിടെ വരും. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും ആ റാലിയിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ദിവസം കൂടുതൽ വെച്ചിട്ട് ഒരുപാട് പറയാൻ നിൽക്കുന്നില്ല. കാരണം ആശംസ അർപ്പിക്കാൻ രാജേറുണ്ട്. നമ്മുടെ ഉണ്ണിച്ചേരനുണ്ട്, രണ്ടുപേരുണ്ട് ആശംസ അർപ്പിക്കുക. അപ്പോൾ അവർ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചടങ്ങിലേക്ക് കിടക്കാം. ഞാൻ ഇത് ഔപചാരികമായിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾ ആദ്യം എത്തിയത് അവരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. വാ മക്കളെ, വാ എല്ലാ പിള്ളേരും അപ്പൊ എല്ലാരും എല്ലാരും പിടിച്ചോ.
പ്രിയമുള്ളവരെ, വളരെ സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ നമുക്ക് പറയാം. 14 വർഷങ്ങൾ 2011 നമ്മളുടെ ആഗ്രഹപ്രകാരം ഏതാനും കുടുംബാംഗങ്ങളിലൂടെ തുടക്കം കുറിക്കുകയും ഇന്ന് 100-ലേറെ കുടുംബാംഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് സ്നേഹനഗർ റെസിഡൻറ്റ് അസോസിയേഷൻ എന്ന മഹത്തായ ആ ഒരു കൂട്ടായ്മ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ വർഷങ്ങളിലും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥാപക നേതാക്കൾ ഉൾപ്പെടെ ഒത്തിരി പേർ നമ്മളോടൊപ്പമുണ്ട്. വരും കാലങ്ങളിൽ ഇന്ന് ഔപചാരികമായിട്ടുള്ള ഈ കൊടിമര ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് കൊച്ചുമക്കളെ അണിനിരത്തിക്കൊണ്ട് ചെയ്തപ്പോൾ തന്നെ അതിലൊരു ആശയം ഉടലെടുക്കുന്നുണ്ട്. കാരണം വരും തലമുറകളിലേക്ക് ഇത് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് സ്നേഹനഗർ ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിലായിരിക്കണം വരും കാലങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത്. സ്നേഹനഗർ റെസിഡൻറ്റ് അസോസിയേഷൻ ഒരു നോക്കുകുത്തിയല്ല എന്നുള്ളത് ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ ഈ പുതിയ കമ്മിറ്റി ചാർജ് എടുത്തതിന് ശേഷം അനവധി നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ സ്നേഹനഗർ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്കും അതിൻ്റെ സഹപ്രവർത്തകർക്കും അതിൻ്റെ കുടുംബാംഗങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ്, കമ്മിറ്റി അംഗങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഇന്നൊരു സുദിനമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ചിരകാല സ്വപ്നമായ കൊടിമരം എന്നിവിടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്ന ഇത്രയും ജനങ്ങളുടെ ഒരു സഹകരണം, ഈ കൂടിയിരിക്കുന്നവരുടെ സഹകരണമാണ് നമ്മളുടെ ഓരോ പ്രവൃത്തിയുടെയും വിജയം. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിലുപരിയായിട്ടൊരു കാര്യം പറയാനുള്ള, ഈ കൊടിമരത്തിൻ്റെ ഇതുവരെ എത്തിക്കാനുള്ള പ്രയത്നത്തിൽ അറിഞ്ഞും അറിയാണ്ടെയും ഒത്തിരി പേരുടെ സഹായങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അവരോട് ആദ്യം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഈ അവസരത്തിൽ. കാരണം ഒത്തിരി പേരുടെ മെറ്റീരിയലൊക്കെ നമ്മൾ എടുത്തിട്ടൊക്കെയാണ് അവരുടെ അനുവാദത്തോടെ അല്ലാണ്ടും ഒക്കെ കൂടി എടുത്തിട്ടാണ് നമ്മൾ ഇതെടുത്ത് സഹകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വർക്കിനോട് ശാരീരികമായിട്ടുള്ള അവശതകൾ ഉണ്ടെങ്കിൽ പോലും ഇതിനോടുകൂടി സഹകരിച്ച ഞങ്ങളുടെ ഓപ്പ, അതായത് കെ ഗോപി എന്ന് പറയുന്ന വ്യക്തിയോട് പ്രത്യേകം നന്ദി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹകരണം ഈ കൊടിമരമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. എല്ലാ പരിപാടിയിലും ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഈ ഒരു കാര്യത്തിൽ അത് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു പകുതിയോളം സീറ്റ് ആയിട്ടുണ്ട്. ഇനിയും 10-25 സീറ്റ് ഇനിയും ആകണം. അപ്പോൾ ഈ കൂടിയിരിക്കുന്ന എല്ലാവരും പരസ്പരം പറഞ്ഞിട്ട് കൂടി നമ്മുടെ ട്രിപ്പ് വിജയിപ്പിക്കാനുള്ള ഒരു പരിപാടിയും കൂടി ഉണ്ടായിരിക്കണം. നമ്മൾ മൂന്നാറാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അടുത്തതായിട്ട് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആശംസാ കാര്യങ്ങൾ എന്തെങ്കിലും 2 വാക്ക് പറയാണ്ടെങ്കിൽ വേദിയിൽ വന്ന് പറയാട്ടോ. മല്ലിയാമ്മ ഇല്ല, രവിച്ചേട്ടാ ഇല്ല. അപ്പൊ ഞാൻ അനിച്ചേട്ടനെ നന്ദി പറയാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. ബഹുമാനപ്പെട്ട പരിപാടിയുടെ അധ്യക്ഷൻ, മറ്റ് എല്ലാ ഭാരവാഹികളും, എല്ലാവരായ നാട്ടുകാർക്കും നമസ്കാരം. ഈ പുതിയ റെസിഡൻസ് ഭാരവാഹികൾ സ്ഥാനമാറ്റത്തിന് ശേഷം നിരവധി പരിപാടികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. മുൻപ് എങ്ങുമില്ലാത്ത വിധം അവർ സജീവമായ ഒരു സാന്നിധ്യമായിട്ട് മാറിയില്ല. ഇപ്പോൾ ലാസ്റ്റത്തെ ഉദാഹരണമാണ് ഈ കൊടിമരം. അതിൽ പല തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അവർ വളരെ ഉന്മേഷത്തോടെ, ഈ കോഴിച്ചേട്ടനൊക്കെ 24 മണിക്കൂർ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിൽ അരുൺ അങ്ങനെ തുടങ്ങി രാജേഷ്, ഇവരെല്ലാം, ഉണ്ണിച്ചേട്ടൻ, എല്ലാവരും വളരെ സജീവ സാന്നിധ്യമായി നിന്ന് മറ്റുള്ളവരും അതിൻ്റെ കൂടെ സഹകരിച്ച് നിന്ന് ഈ പരിപാടി ഗംഭീര വിജയമാക്കാൻ സാധിച്ചതിൽ എല്ലാവരും, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള നമ്മുടെ എല്ലാ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ